നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മോഹൻലാൽ നായകനായി തിയേറ്ററുകളിലെത്തി വലിയ വിജയമായി മാറിക്കൊണ്ടിരിക്കുന്ന എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ 4 ദിവസത്തെ, അതായത് ഫസ്റ്റ് വീക്കെൻഡിലെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ്. ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വേൾഡ് വൈഡ് കണക്കുകളോ അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളിലെയും കണക്കുകളൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാറ്. എന്നാൽ ഇന്ന് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ മറ്റ് രാജ്യങ്ങളിലെയോ വിദേശ കണക്കുകളോ നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് കേരള ബോക്സ് ഓഫീസിൽ നിന്നുള്ള കണക്കുകൾ മാത്രമാണ്. കുറച്ചു നേരം കൂടി കഴിയുമ്പോൾ വീഡിയോ ആ ഒരു കണക്കുകൾ നമുക്ക് ലഭ്യമാകും. പക്ഷെ അപ്പോഴേക്കും ഇരുട്ട് ആകും എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള കണക്കുകൾ വച്ചിട്ട് ഒരു ചെറിയ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതുവരെ എത്ര രൂപ നേടി എന്നുള്ളത് ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും വേഗത്തിൽ 50 കോടി രൂപ നേടുന്ന ചിത്രമായിരിക്കും ഇത് എന്നുള്ളത്. ഏകദേശം 5 ദിവസം കൊണ്ട് തന്നെ, അതായത് ഇന്നത്തോടു കൂടി തന്നെ 50 കോടി ക്ലബിൽ കയറാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ പറഞ്ഞ തുകയോട് സാമ്യമുള്ള തുക തന്നെയാണ് ഇന്നലത്തെ കളക്ഷനായിട്ടും വന്നിരിക്കുന്നത്. ഡേ 1 ചിത്രത്തിന്റെ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ 14 കോടി 7 ലക്ഷം രൂപയാണ് കിട്ടിയിരിക്കുന്നത്. അതൊരു വലിയ ഒരു സംഭവം തന്നെയാണ്. കാരണം ആദ്യമായിട്ടാണ് 14 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അടിക്കുന്നത്. റെക്കോർഡ് വെട്ടിച്ചത് ലിയോന്റെ റെക്കോർഡാണ്. ലിയോ 12 കോടിയാണ് അടിച്ചിരുന്നത്. രണ്ടാം ദിവസം 8 കോടി 45 ലക്ഷം രൂപ കളക്ഷൻ നേടി രണ്ടാം ദിവസം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായിട്ട് എമ്പുരാൻ മാറിയിരുന്നു എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതുണ്ട്. മൂന്നാം ദിവസം 9 കോടി 2 ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചത്. അതായത് ശനിയാഴ്ച മൂന്നാം ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന ചിത്രമായിട്ട് ഈ ചിത്രം മാറി എന്നുള്ള റിപ്പോർട്ടും ഇതിനോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ടതുണ്ട്. ആദ്യത്തെ ഞായറാഴ്ചയായിട്ടുള്ള ഇന്നലത്തെ 4-ാം ദിവസം നമ്മൾ നോക്കുമ്പോൾ 11 കോടി 1 ലക്ഷം രൂപയാണ് ഇന്നലെ മാത്രമായിട്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടിയത്. ആദ്യത്തെ ഞായറാഴ്ച ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന മലയാള ചിത്രമായിട്ട്, അല്ലെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന 4-ാമത്തെ ദിവസം കളക്ഷൻ കിട്ടുന്ന ചിത്രമായിട്ട് എമ്പുരാൻ ഈ ഞായറാഴ്ചയോടുകൂടി മാറിയിരിക്കുന്നു. അതായത് കഴിഞ്ഞ 4 ദിവസവും കേരള ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ ഇട്ടുകൊണ്ട് തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. 4 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നുള്ള കണക്ക് 42 കോടി 55 ലക്ഷം രൂപയാണ്. ഇനി ഈ ചിത്രം ഏകദേശം 7 കോടി 45 ലക്ഷം രൂപ ഇന്ന് കളക്ഷൻ നേടുകയാണെങ്കിൽ ചിത്രം ആദ്യമായിട്ട് ഏറ്റവും വേഗത്തിൽ 50 കോടി ക്ലബിൽ കയറുന്ന, അതായത് 5 ദിവസം കൊണ്ട് 50 കോടി ക്ലബിൽ കയറുന്ന ചിത്രമായിട്ട് ഇത് മാറും. ഇതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം എന്ന് പറഞ്ഞത്. ഇന്നത്തെ കണക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയത്തില്ല. ഇന്ന് ഫസ്റ്റ് വർക്കിംഗ് ഡേ ആണ്. വലിയ ഡ്രോപ്പ് വരാൻ സാധ്യതയുണ്ട്. ആ ഡ്രോപ്പ് വരികയാണ് എന്നുണ്ടെങ്കിൽ 2 ദിവസം എടുക്കും. അതായത് ഇന്നും നാളെയും കൂടി എടുക്കും 50 കോടി ക്ലബിൽ കയറാൻ. അല്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തോടു കൂടി തന്നെ ക്ലബിൽ കയറിയേക്കാം. നമുക്ക് നോക്കാം നാളത്തെ റിപ്പോർട്ട് വരുന്നതനുസരിച്ചിട്ട്. നിലവിൽ KGF 2-ാം ഭാഗമാണ് ഈ ഏറ്റവും വേഗത്തിൽ 50 കോടി ക്ലബിൽ കയറിയത്. KGF 2 ആയിരുന്നു. 11 ദിവസം കൊണ്ടാണ് KGF കേരള ബോക്സ് ഓഫീസിൽ 50 കോടി ക്ലബിൽ കയറിയത്. അതിന്റെ റെക്കോർഡ് വെട്ടിച്ചത് ലിയോയാണ്. 10 ദിവസം കൊണ്ട് 50 കോടി ക്ലബിൽ കയറി ലിയോ ഈ റെക്കോർഡ് സ്വന്തമാക്കുകയുണ്ടായി. ഇനിയിപ്പോ ഇന്ന് ഈ എമ്പുരാൻ ഇന്ന് റെക്കോർഡ് നേടുകയാണ് എന്നുണ്ടെങ്കിൽ 5 ദിവസം കൊണ്ട്, അതായത് ലിയോന്റെ പകുതി സമയം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ 50 കോടി ക്ലബ്ബ് തികച്ച് ഈ ചിത്രം വലിയ ശക്തി പ്രകടിപ്പിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. ഇനി അതല്ല, ഇന്നല്ല നാളെയാണ് കയറുന്നത് എന്നുണ്ടെങ്കിലും റെക്കോർഡ് കയ്യിൽ തന്നെ എടുക്കും. ഇനി 5 ദിവസം കൂടിയുണ്ട് റെക്കോർഡ് കയ്യെത്തിപ്പിടിക്കാൻ. വേണ്ടത് 7 കോടി 45 ലക്ഷം രൂപ മാത്രമാണ്. തീർച്ചയായിട്ടും അപ്പോൾ ആ ഒരു റെക്കോർഡ് എമ്പുരാന്റെ പേരിൽ ഇരിക്കും എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഇവിടെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു 4 കൊല്ലം മോഹൻലാല് ഹിറ്റുകളില്ലാതെ മാറി നിന്നപ്പോൾ കണ്ട മറ്റു ഭാഷക്കാരൊക്കെ കയറി ഇവിടെ വന്ന് റെക്കോർഡ് അടിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ റെക്കോർഡ് തിരിച്ചു പിടിക്കാനും വീണ്ടും മോഹൻലാൽ തന്നെ വേണ്ടി വന്നിരുന്നു. ഈ 4 കൊല്ലം കൊണ്ട് ഹിറ്റുകളും മെഗാ ഹിറ്റുകളൊക്കെ അടിച്ചു എന്ന് പറയുന്ന പല നടന്മാർക്കും ഇതുപോലുള്ള ഒരു റെക്കോർഡും ഇടാൻ സാധിച്ചില്ല എന്നുള്ളതും കൂടി ഇവിടെ ഇതിനോടൊപ്പം തന്നെ എടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പൂർണ്ണമായും സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ കമന്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.